ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ചെമ്മീൻ ഫ്രൈ കഴിക്കാനായിട്ട് നോൺ വെജ് കഴിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിന്നിവിടെ ചെമ്മീൻ ഫ്രൈ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല എടുത്തിട്ടുള്ളത്, ഷാലോ ഫ്രൈ ആണ്. അതേപോലെ തന്നെ കുറച്ച് സബോളയും പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ ചെമ്മീൻ ക്ലീൻ ആക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്മീനോടെ ക്ലീൻ ആക്കി എടുക്കാം. തൊണ്ടും ഞരമ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. അപ്പോൾ ഇവിടെ ചെമ്മീൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം 2 കിലോ ചെമ്മീനുണ്ട്. അതിൽക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 2 കിലോ ചെമ്മീനുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ്. അത് ഞാനിവിടെ ബോട്ടിലും അങ്ങനെ പേസ്റ്റാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില നന്നായി കഴുകിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. 2 മണിക്കൂറിന് ശേഷം നമ്മളിത് പുറത്തെടുത്തിട്ട് ഒരു പാന് ചൂടായി കഴിഞ്ഞാൽ അതിൽ 2 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചെമ്മീൻ ഉണ്ടെങ്കിൽ ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചെടുക്കണുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 കിലോനോളം ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ 2 ടീസ്പൂൺ ഓയിലിലാണ് ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞു. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു വെള്ളം ഇതേപോലെ ഊറി വരും. ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെമ്മീനിൽ നിന്ന് തന്നെ ഒരു വെള്ളം നമുക്കിങ്ങനെ ഊറി വരും. അപ്പോൾ ഇത് ഒന്ന് ഇട്ട സമയം കൊണ്ട് നമുക്ക് ഒരു 2 സബോളയും 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും തയ്യാറാക്കാം. ഇത് നമ്മൾ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചെമ്മീനിലത്തെ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് തന്നെ ഈ സബോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കിട്ടും. അങ്ങനെ ഈ ചെമ്മീനിലത്തെ വെള്ളം ഫുള്ള് വറ്റി തീരിനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വെറുതെ ഓയിലിലാണ് ഇപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇളക്കി ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇത് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ വാഴയിലയിൽ ഈ ചെമ്മീന് ഒന്ന് ഒരു 10 മിനിറ്റ് പൊതിഞ്ഞ് വെക്കാം. എനിക്കിവിടെ വാഴയിലില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിട്ടേക്കുന്ന സബോളയും പച്ചമുളകും ഈ ചെമ്മീനും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് യോജിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.